ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധന. ജനുവരി 1 മുതൽ ഒമാനിൽ കൂടുതൽ മേഖലകളിൽ പ്ലാസ്റ്റിക് നിരോധനം. കേരള മാപ്പിളകലാ അക്കാദമി മസ്കറ്റ് ചാപ്റ്റർ ഉദ്ഘാടനം ജനുവരി 2-ന്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനവ്. 2025 നവംബർ അവസാനം 5.6% വർധന രേഖപ്പെടുത്തി 18,42,651 എണ്ണമായി. 2024 ഇതേ കാലയളവിൽ ഇത് 17,45,642 ആയിരുന്നു. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വിവരം. ആകെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതൽ. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം 14,58,764 ഉയർന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% വളർച്ച രേഖപ്പെടുത്തി. വാണിജ്യ വാഹനങ്ങൾ 2,72,233 ഉയർന്നു. റെന്റൽ വാഹനങ്ങൾ 12.4% ഉയർന്ന് 44,075. മോട്ടോർ സൈക്കിളുകൾ 12.6% വർദ്ധിച്ച് 8,609. ടാക്സി വാഹനങ്ങൾ 0.9% ഉയർന്ന് 28,495. വാഹനങ്ങളുടെ നിറം പരിഗണിച്ചാൽ വെള്ള നിറമാണ് മുന്നിൽ. സിൽവർ, ഗ്രേ, കറുപ്പ് എന്നിവയാണ് പിന്നാലെയുള്ളവ. നീല നിറത്തിലുള്ള വാഹനങ്ങളിൽ കാര്യമായ വർധന രേഖപ്പെടുത്തി. എഞ്ചിൻ ശേഷി അടിസ്ഥാനത്തിൽ 1500 cc-യിൽ താഴെയുള്ള വാഹനങ്ങളുടെ എണ്ണം 1,54,127 ഉയർന്നു. ഭാരവിഭാഗം പരിശോധിച്ചാൽ 3 ടണ്ണിൽ താഴെയുള്ള വാഹനങ്ങൾ 16,71,480. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ നിരോധിക്കുന്ന ദേശീയ പദ്ധതിയുടെ 4ാം ഘട്ടം ജനുവരി 1 മുതൽ നടപ്പാക്കുമെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുകയും സുസ്ഥിര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2024 ജനുവരിയിൽ പുറത്തിറക്കിയ ഉത്തരവിന്റെ തുടർച്ചയായാണ് നടപടി. ഘട്ടം ഘട്ടമായി രാജ്യത്ത് പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുകയാണ് ലക്ഷ്യം. 2027 ജൂലൈ 1 ഒമാനിൽ പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം പൂർണ്ണമായും അവസാനിപ്പിച്ച് പ്ലാസ്റ്റിക് മുക്ത ഒമാൻ ആണ് പരിസ്ഥിതി അതോറിറ്റി ലക്ഷ്യമിടുന്നത്. ജനുവരി 1 മുതൽ നടപ്പാക്കുന്ന പുതിയ ഘട്ടത്തിലൂടെ നിരോധനം കൂടുതൽ വ്യാപാര മേഖലകളിലേക്ക് വ്യാപിപ്പിക്കും. വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ, സേവന മേഖലകൾ എന്നിവ ഇതിന്റെ പരിധിയിൽ വരുമെന്ന് പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കി. മാപ്പിള കലകളുടെയും സാഹിത്യത്തിന്റെയും തനിമ കാത്തു സൂക്ഷിക്കുന്നതിനായി 1/4 നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന കേരള മാപ്പിളകലാ അക്കാദമിയുടെ മസ്കറ്റ് ചാപ്റ്റർ ഔദ്യോഗിക ലോഞ്ചിങ്ങും സാംസ്കാരിക നിശയായ മെഗാ ഷോ 2026 ജനുവരി 2-ന് നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അൽ ഖൂദ് മിഡിൽ ഈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6:30 ആരംഭിക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കേരള മാപ്പിളകലാ അക്കാദമി സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് AK മുസ്തഫ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ, മസ്കത്തിലെ കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. ഒമാന്റെ 55ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് പ്രവാസി സമൂഹം ഒമാൻ രാജ്യത്തിന് സമർപ്പിക്കുന്ന മെഗാ ടൈറ്റിൽ സോങ് പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് ചീഫ് കോർഡിനേറ്റർ നിസാം അണിയാരം പറഞ്ഞു. പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ്, ആസിഫ് കാപ്പാട്, സിന്ധു പ്രേംകുമാർ തുടങ്ങി കലാരംഗത്തെ മറ്റ് പ്രമുഖരും ഈ മെഗാ ഷോയിൽ പങ്കെടുക്കും. അനിയന്ത്രിത കുടിയേറ്റം തടയുന്നതിനായുള്ള സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമായി വടക്കൻ ഷർക്കിയ പോലീസ് കമാൻഡും അൽ വുസ്ത ഗവൺറേറ്റ് പോലീസ് കമാൻഡും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ആഫ്രിക്കൻ വംശജരായ 12 പേരെ പിടികൂടി. ഇവരെ സ്വകാര്യ വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്ന് അനധികൃത പ്രവേശനത്തിന് സൗകര്യമൊരുക്കിയതായി ആരോപിച്ച് മറ്റൊരാളെയും റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രതികൾക്കുമെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് എന്ന് അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.